ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരുക്കം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഇവിടുത്തെ ഉമ്മച്ചിയുടെ ഫാമിലിയുടെ ഗെറ്റ് ടുഗദറാണ്, കടവിൽ ഫാമിലിയിലെ ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഒന്ന് സിമ്പിളായിട്ട് റെഡിയൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ നാത്തൂനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അവരിങ്ങോട്ട് വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. 4 മണിക്കാണ് പരിപാടി ശരിക്കും തുടങ്ങുന്നതെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളവിടെ എത്തിയപ്പോൾ 7 മണിയൊക്കെ ആയിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ മാമന്മാരുടെ കസേരകളിയും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികളുടെ കസേരകളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടവിലെ ആൺപിള്ളേർ അടിപൊളിയാണ്. അവർ നല്ല ആക്റ്റീവാണ്. പെൺപിള്ളേരേലും ഉഷാർ എപ്പോഴും ആൺപിള്ളേർ തന്നെയാണ്. കുറേ പേരുണ്ട്, എല്ലാവരുടെയും പേരെടുത്തൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ നമ്മുടെ അമ്മായിമാരുടെയും ഞങ്ങളുടെയൊക്കെ ഒരു കസേരകളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ വളരെ അടിപൊളിയായിട്ട് പുറത്തായ ഞാൻ. പിന്നെ അതിനുശേഷം സഞ്ജുവിനെയും ദിൽക്കാസിനെയൊക്കെ ഇവന്മാർ ഓടിച്ചിട്ട് പിടിച്ച് നമ്മുടെ പണ്ടത്തെ കുളം കരയൊക്കെ കളിക്കാനായിട്ട് കൊണ്ടുവന്ന അവന്മാർ എല്ലാത്തിനും പുറകിലേക്ക് നിൽക്കുന്നതാണെങ്കിലും അവന്മാർ ഓടിച്ചിട്ട് പിടിച്ച് അവരെ കൊണ്ടുവന്ന് കളിപ്പിച്ചു. നമ്മുടെ ദിൽക്കാസ് അതിൽ 2ാം സ്ഥാനവും പിന്നെ ഷാവു 1ാം സ്ഥാനവും കരസ്ഥമാക്കി. പിന്നെ നമ്മുടെ നാത്തൂനായിരുന്നു കസേരകളിയിൽ 1ാം സ്ഥാനം. ഞാനും ഫൗസിയൊക്കെ ഔട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഓരോരുത്തരായിട്ട് സൈനായും ഫാത്തിമ എല്ലാവരും ഇങ്ങനെ ഔട്ടായി പോകുന്ന ലാസ്റ്റ് വന്നത് നാത്തൂനായിരുന്നു. ഇത് നാത്തൂൻ്റെ മോളാണ്. അങ്ങനെ കുറച്ച് പാട്ടും കാര്യങ്ങളും ഞാനും ഉണ്ടായിരുന്നു. സ്ഥിരം എല്ലാവരും പറയണ പോലെ സ്ഥിരം ഞാൻ എൻ്റെ വസീകരയിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ നാണക്കേടൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ട് പോന്നു. അതിനുശേഷം പിന്നെ അവിടെ ഇപ്പോൾ പറയുന്ന ഒരു കൊട്ടിപ്പാട്ടോ എന്തൊക്കെയോ ഒരു പാട്ടിൻ്റെ പേര് പറയുമല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരു 5 പേരൊരു ടീമായിട്ട് അങ്ങനെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, നെയ്ച്ചോറും ഇറച്ചിയും പിന്നെ അതിനോടനുബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ മാമന്മാർ അവരുടെ മക്കൾ അങ്ങനെയൊക്കെയാണ്. കെട്ടിച്ചു വിട്ട അമ്മായിമാർ പെൺപിള്ളേർ അങ്ങനെ അവരൊന്നുമില്ല. ഇതൊരു ചെറിയൊരു പരിപാടിയായിട്ടാണ് നടത്തിയത്. ഇനി നെക്സ്റ്റ് ടൈം വലിയൊരു പരിപാടിയായിട്ട് നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സാധാരണ പോലെ തന്നെ ഓരോ പരിപാടി വരുമ്പോൾ നമ്മൾ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുമല്ലോ, അതുപോലെ അവിടെ നിന്ന് അടുത്ത ടൂറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. സംഭവം നല്ല ഉഷാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഓരോരോ ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമ്മുടെ കടവിൽ ഫാമിലിയിലെ ആൺപിള്ളേർ നേതൃത്വം ഏറ്റെടുത്ത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് വളരെ പെട്ടെന്നായിരുന്നു പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്തത്. എല്ലാവർക്കും പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ പാട്ടിനനുസരിച്ച് കൈകൊട്ടും ഒപ്പനയും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൈനാനെയും ബരീദിനെയും നുഫേലിനെയും ഫാത്തിമാനെയൊക്കെ മണവാട്ടിയും മണവാളനൊക്കെ ആക്കി ഇരുത്തിയിട്ട് നമ്മൾ ഒപ്പന കളിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും അവരുടെ ആ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഇതുപോലെയാണ് എപ്പോഴും നല്ല ഒപ്പനയും പാട്ടും ഉഷാറൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ സാദിഖിൻ്റെ മോനാണ്. അവനില്ലാത്തൊരു കുറവുണ്ടായിരുന്നു, അവൻ ദുബായിലായിരുന്നു. പക്ഷെ അവൻ്റെ പിള്ളേർ നല്ല ഉഷാറാണ്, അവൻ നല്ലോണം ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ കൈകൊട്ടിപ്പാട്ടൊക്കെ നിർത്തി വെച്ചിട്ട് അവൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും മുതിർന്നവരൊക്കെ ഏകദേശം പോയി തുടങ്ങി. അവർക്ക് ഉറങ്ങാനും ഒക്കെ ആയിട്ടുള്ള സമയമൊക്കെ ആയി വരുമല്ലോ. അപ്പോഴേക്കും അമ്മായിമാരും മാമന്മാരൊക്കെ ചെറുതായിട്ടൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇക്ക വന്നിട്ട് പെട്ടെന്നൊരു ഫോൺ വന്നപ്പോൾ ഇക്കാക്ക് പോകേണ്ടി വന്നായിരുന്നു. പിന്നെ ഒരു 10:30 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കസേരകളൊക്കെ ഒഴിഞ്ഞിട്ടോ ഒരുപാട് പേരൊക്കെ പോയിട്ട് ഞങ്ങൾ മാത്രം കുറച്ച് പേരിങ്ങനെ അവിടെ നിന്ന് ഇപ്പോഴും തുള്ളലും കാര്യങ്ങളൊക്കെയാണ്. സഞ്ജുവും ദിൽക്കാസൊക്കെ നേരത്തെ വീട്ടിലേക്ക് പോയി. പിന്നെ കിച്ചു ഉണ്ടെങ്കിലും ആൾ വന്നെന്ന് പോലും അറിയാതെ കിച്ചും മമ്മൂസൊക്കെ എവിടെയോ പോയി ഫോണും നോക്കി ഇരിപ്പുണ്ട്. റാമത്ത് വന്നത് ഏറ്റവും ലാസ്റ്റാണ്. അവൾക്ക് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മായിനെയും മുസ്ഫറാനെയൊക്കെ വിളിക്കാനായിട്ടാണ് അവർ വന്നപ്പോഴേക്കും നമ്മളൊക്കെ ഇറങ്ങാനായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്കൊക്കെ എത്തി. അപ്പോൾ എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്ന ആളാണ് നമ്മുടെ സാദിയുടെ കുഞ്ഞുമക്കൾ. അപ്പോൾ അവനപ്പോൾ ചോദിക്കായിരുന്നു, ഞാൻ ഡാൻസ് കളിച്ച വ്ലോഗ് എടുത്തില്ലേ എന്ന് അവൻ എന്നോട് ചോദിക്കായിരുന്നു. അവരാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നത്.
അപ്പോൾ ഇതുപോലെ വേറൊരു ഗെറ്റ് ടുഗതറോ ടൂറോ ഒക്കെ ഒട്ടനെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഷമീർ ഫൗസിയും കൂടി ആക്കി തരാമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. ടാറ്റാ. ബൈ.